ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരാളവിടെ വന്നു. അവർ കണ്ണു തുറന്ന് അത്ഭുതത്തോടു കൂടി നോക്കുമ്പോൾ അത് താൻ അന്ന് ആട്ടി പുറത്താക്കിയ ആ മോളാണ്, പെൺകുട്ടിയെ. അവർ വന്നിട്ട് കൈ പിടിച്ചു. അവരെ കണ്ട പാടന്നെ ഇവർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ഒരു സ്ത്രീ, അവരുടെ വിവാഹം കഴിഞ്ഞു, അവരുടേത് ആദ്യ വിവാഹമാണ്. പക്ഷെ ഭർത്താവ് ഭാര്യ മരണപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ വിവാഹമാണ്. അപ്പോൾ ഭർത്താവിൽ അവർക്കൊരു 4 വയസ്സായ ഒരു പെൺകുട്ടി അതിലുണ്ട്, ആദ്യ ഭാര്യയിൽ. വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പതിയെ ആ പെൺകുട്ടി, ആദ്യ ഭാര്യയിലുള്ള പെൺകുട്ടി പതിയെ വളർന്നു വലുതാവുന്നു. അവരുടെ മുഖച്ഛായ പലരും പറഞ്ഞു ആദ്യ ഭാര്യയുടെ അതേപോലെ തന്നെയാണ്. അപ്പോൾ അവർ ഇത് കേൾക്കുമ്പോൾ ആദ്യ ഭാര്യയുടേത് പോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴും ആദ്യ ഭാര്യയെ എങ്ങനെ ഓർമ്മിപ്പിക്കുമല്ലോ ഭർത്താവിനെ. അത് കാണുമ്പോൾ ഇടയ്ക്ക് ഭർത്താവ് മോളെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ആദ്യ ഭാര്യയെക്കുറിച്ച് ചിലപ്പോൾ പറയും, സംസാരിക്കും. പക്ഷെ പതിയെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഈ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്തു, വലിയ വിഷമമായി. അവരിങ്ങനെ വെറുപ്പ് തോന്നാൻ തുടങ്ങി കുട്ടിയോട്. അപ്പം ആ വെറുപ്പ് പതിയെ കാലം കഴിയുന്തോറും ആ വെറുപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടേ വന്നു. അതിനിടയ്ക്കാണ് ഇവർക്കൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ മോനാണ്. പിന്നെ ഇവരെന്ത് ചെയ്തു, തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നത് വഴി ആ വെറുപ്പൊക്കെ ആ കുട്ടിയെ പൂർണ്ണമായും അവഗണിക്കുന്ന രൂപത്തിലേക്ക് വന്നു. ആ മോളെ പൂർണ്ണമായിട്ട് അവഗണിച്ച് തൻ്റെ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആ ഉള്ളിലുള്ള എന്തിനൊന്നില്ലാത്തൊരു ദേഷ്യവും വെറുപ്പുമൊക്കെ തൻ്റെ കുഞ്ഞിനോടുള്ള കൂടുതലുള്ള ആഭിമുഖ്യവും സ്നേഹവും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ആ കുട്ടിക്ക് ആ വെറുപ്പും അവഗണനയൊക്കെ മനസ്സിലാക്കിയ പിതാവ് ആ കുട്ടി എന്ത് ചെയ്തു, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പിതാവ് ഒറ്റയ്ക്ക് നോക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നെ ഈ കുട്ടി ഒറ്റയായി. കുട്ടിക്കൊരു 14 വയസ്സായിട്ടുണ്ടാവും. ഈ സമയത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ കുട്ടി ഈ അവഗണനയും വെറുപ്പുമൊക്കെ സഹിച്ച് കുട്ടി അവിടെ കഴിഞ്ഞുകൂടുകയാണ്, അവരുടെ അടുത്ത് തന്നെയാണ്. ഒരു ദിവസം ഈ മോനും അതുപോലെ തന്നെ ഈ മോളും തമ്മിൽ എന്തോ ചെറിയ ഒരു പിന്നെ കശപിശ ഉണ്ടായി, അല്ലെങ്കിൽ ചില വഴക്കുകളുണ്ടായി. അപ്പോൾ മോൻ എന്തോ അങ്ങോട്ട് തിരിച്ച് എന്തോ ഉപദ്രവിച്ചു. അപ്പം തിരിച്ച് മോളും ഇങ്ങോട്ട് ഉപദ്രവിച്ചു. അപ്പോൾ ആ ഉപദ്രവം പിന്നെ പരാതിയായി വന്നപ്പോൾ ആ ഉമ്മ എന്ത് ചെയ്തു, ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ആ ദേഷ്യം മുഴുവനും ആ കുട്ടിയോട് വീണ്ടും പ്രകടിപ്പിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മൂത്ത കുട്ടിയെ പുറത്താക്കി, പെൺകുട്ടിയെ പുറത്താക്കി വാതിലടച്ചു. കുറേ സമയം കഴിഞ്ഞ് ദേഷ്യമൊക്കെ അടങ്ങിയപ്പോൾ അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അന്ന് രാത്രിയായിരുന്നു. പുറത്ത് കുട്ടിയെ കാണാനില്ല. പിന്നെ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല. കാലം ഒരുപാട് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇവരവൻ്റെ മകനെ അങ്ങേയറ്റം പരിചരിച്ചും മകനെക്കുറിച്ച് ഓർത്തും മറ്റേ നഷ്ടപ്പെട്ട പോയ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. എന്തോ ആവട്ടെ, എവിടെയും പോട്ടെ, അത്രയും സമാധാനം. അങ്ങനെ കുട്ടിക്ക് വേണ്ടി, തൻ്റെ മോന് വേണ്ടിയിട്ടുള്ള അഹോരാത്ര ജീവിത പരിശ്രമത്തിനിടയിൽ മകൻ വളർന്നു, പഠനമൊക്കെ കഴിഞ്ഞു, വിദേശത്ത് ജോലിയായി. ഇടയ്ക്ക് ഈ സ്ത്രീക്ക് പ്രായമായി. അവർക്ക് ഇടയ്ക്കൊരു തലവേദന, തലകറക്കം വന്ന് അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ചില ബ്രെയിനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ തലകറങ്ങി വീണു, ഹോസ്പിറ്റലിലായി. അപ്പോൾ അവരെ നോക്കാനും പരിചരിക്കാനൊന്നും മോന് വരാൻ സമയമില്ല. മോന് വിദേശത്താണ്, തിരക്കിട്ട ജോലികൾക്കിടയിലാണ്. പല ആളുകളും കുടുംബക്കാരൊക്കെ പലരും വന്നു, ചിലവരൊക്കെ മാറി വന്ന് നിൽക്കുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരാളവിടെ വന്നു. അവർ കണ്ണു തുറന്ന് അത്ഭുതത്തോടു കൂടി നോക്കുമ്പോൾ അത്
താൻ അന്ന് ആട്ടി പുറത്താക്കിയ ആ മോളാണ്. പെൺകുട്ടിയാണ്. അവർ വന്നിട്ട് കൈ പിടിച്ചു. അവരെ കണ്ട പാടന്നെ ഇവർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ കൈ അമർത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പം മോളോട് ഞാൻ ഒരിക്കലും അന്നത്തെ ആ ഒരവസ്ഥയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് നീ വന്നല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയാം ഉമ്മ അന്ന് എന്നോട് ഒരു സ്നേഹവും കാണിച്ചിട്ടില്ല. എന്നെ അവഗണിച്ചതും എൻ്റെ വിഷമമൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അന്ന് എന്നെ പട്ടിണിക്ക് ഇട്ടിട്ടില്ലല്ലോ. എനിക്ക് എന്നെ പുറത്താക്കുന്നത് വരെയും എനിക്ക് പട്ടിണിയില്ലാതെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട് ഉപ്പ മരിച്ചതിന് ശേഷം. പിന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ എൻ്റെ മുപ്പയുടെ മറ്റു ബന്ധുക്കളുടെ ഇടയിലേക്ക് ഞാൻ പോയി. അങ്ങനെ അവിടുന്ന് ഞാൻ ജീവിച്ചു വളർന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇന്ന് എനിക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് വളരെയാണ്. ഞാൻ ഈ വിവരം കേട്ടു, നിങ്ങളിവിടെ സുഖമില്ലാതെ കിടക്കാന്ന്. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല, നിങ്ങളെക്കുറിച്ചുള്ള വെറുപ്പുമില്ല. നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു വന്നതാണ്. എൻ്റെ മോന് വളർന്ന് വലുതാകുമ്പോൾ മോനൊരു വല്യമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എൻ്റെ സഹായം ഉണ്ടാവുമെന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ ആ ഉമ്മ ഒരുപാട് സമയം കരഞ്ഞ് ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിലപിച്ചു എന്നതാണ് കഥ. എന്താണ് സുലൈഖ് പറയാനുള്ളത്? കഥയാണോ അതോ അനുഭവമാണോ എന്നതിലൂടെ കുറേയൊക്കെ ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് തന്നെ എന്തായാലും അത് അവിടെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ പിന്നീട് ട്വിസ്റ്റ്, ആ ഒരു ലാസ്റ്റ് പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിന് ഒരു ഉമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞത്, അത് ശരിക്കും ഒരു നടുക്കം ഉള്ളിൽ ഒരു കിടുങ്ങലുണ്ടാകുന്ന രൂപത്തിൽ കഥയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഭാവനയാണെങ്കിൽ പോലും വ്യത്യസ്തമായ ജീവിത രീതികളിലൂടെ പോകുന്ന മനുഷ്യൻ്റെ യാത്രയിൽ തീർച്ചയായിട്ടും പലർക്കും അനുഭവപ്പെട്ടതോ അതല്ലെങ്കിൽ സ്വയം ജീവിതത്തിൽ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ചിലപ്പോൾ അലതല്ലുന്നുണ്ടാവാം. അല്ല, ഞാനതിൽ അവസാനമായിട്ട് അടിവരയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, അത് കഥ നമ്മൾ വായിച്ചപ്പോഴും പലപ്പോഴൊക്കെ ഇതുപോലെ പല സമാനമായ പല സംഭവങ്ങളും ലോകത്ത് അല്ലേ പല ആളുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഈക്വലായിട്ടുള്ള അല്ല എങ്കിലും. പക്ഷെ അടിവരയിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം വെച്ചാൽ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജയിക്കുന്നത് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോഴും പുറത്തു കൊടുക്കുമ്പോഴും അപ്പോഴേക്ക് നമ്മുടെ ലൈഫിന് അർത്ഥമുണ്ട് എന്ന് തോന്നുന്ന അവിടെയാണ് അവർ പരാജയപ്പെട്ടു പോയത്. ഏത് നമ്മൾ ആരൊക്കെ എന്താ ചെയ്തു അവരെ പരാജയപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ് എന്നുള്ള ആ ഒരു വശം. അതെ, അങ്ങനെ റസൂലിൻ്റെ ഒരു ഉപദേശം തന്നെ നമുക്കത് കാണാൻ പറ്റുമല്ലോ. ക്ഷമയോളം ജയിക്കുന്ന ഒരു ആയുധവുമില്ല എന്നുള്ളത്. കാരണം നമ്മളായിട്ട് ചൂടായിട്ട് ദേഷ്യം പിടിച്ച് വരുന്ന ഒരാളോട് നമ്മൾ ന്യായമുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൻ അമ്പെ പരാജയപ്പെടുകയാണ്. എന്നാൽ കണ്ടു നിൽക്കുന്ന ഏത് ഒരു കാണിയാണെങ്കിലും അവിടെ കയ്യടി കൊടുക്കുന്നത് ദേഷ്യം പിടിച്ച് വന്ന ആൾക്കല്ല. അവൻ ആവേശത്തിൽ കയറ്റി വിട്ട ആളുകളുണ്ടാവാം, പക്ഷേ അവർക്കല്ല സപ്പോർട്ട് ഉണ്ടാവുക പിന്നീട്. മറിച്ച് അവനത് കഴിവുണ്ടായിട്ടും ന്യായം അവൻ്റെ ഭാഗത്തുണ്ടായിട്ടും ക്ഷമിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ക്ഷമയും വിട്ടുവീഴ്ചയും കുറച്ച് താഴ്ന്നു കൊടുക്കുക എന്നുള്ളതൊക്കെ വിജയം തന്നെയാണ് എന്നുള്ളത്